ഫാം ടോക്കിന്റെ എപ്പിസോഡ് 9 എല്ലാവരെയും വലിയ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നത് ഡോക്ടർ സുദീപും, പാലായിൽ നിന്ന് ഡോക്ടർ സുദീപും അദ്ദേഹത്തിന്റെ വൈഫ് ഡോക്ടർ ബിജിറ്റോ ആണ്. നമുക്ക് അവരെ രണ്ടുപേരെയും അവരുടെ കുടുംബത്തെയും അവരുടെ എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് സൂചിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. We love you, Father. We love you, Jesus. We love you, Holy Spirit. Thank you, Father. Thank you, Jesus. Thank you, Holy Spirit. Love you, Father. Love you, Jesus. Love you, Holy Spirit. ജീവിക്കുന്ന ദൈവമേ, ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. അബ്രഹാത്തിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമേ, ഞങ്ങളെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ ഫാം ടോക്കിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും എല്ലാ കുടുംബങ്ങളെയും കർത്താവെ പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്യണം. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലവ് യു ഫാദർ, ലവ് യു ജീസസ്, ലവ് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ അഭിഷേകം ചെയ്യണമേ. ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളിലൂടെ കർത്താവെ, ഷെയറിങ്ങിലൂടെ കർത്താവെ അനേകർക്ക് കർത്താവെ മനസാന്തരം കൊടുക്കണമേ, ദൈവത്തിന്റെ അഭിഷേകം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അനേകരുടെ ജീവിതം നവീകരിക്കുവാനായിട്ട് കർത്താവെ ഈ എപ്പിസോഡ് ഇടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാറൂക്ക് 2:31 അവിടുന്ന് അരുളി ചെയ്തിരിക്കുന്ന പോലെ ഞങ്ങൾക്ക് കർത്താവെ അനുസരിക്കാൻ ഒരു ഹൃദയവും കേൾക്കാൻ ചെവികളും നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ബാറൂക്ക് 2:31 അനുസരിക്കുവാൻ ഹൃദയം, കേൾക്കാൻ ചെവികളും നൽകി കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലവ് യു ഫാദർ, ലവ് യു ജീസസ്, ലവ് യു ഹോളി സ്പിരിറ്റ്. ജീവിക്കുന്ന ദൈവമേ ഞങ്ങളെ സ്തുതിക്കുന്നു. ലവ് യു ഫാദർ, ലവ് യു ജീസസ്, ലവ് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധ അമ്മേ, പിതാവേ, ജീസസ് മൂവ്മെന്റിന്റെ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് അസീസി, അതുപോലെ സകല വിശുദ്ധരെ, മാലാഖമാരെ, അപ്പസ്തോലന്മാരെ, കത്തോലിക്ക സഭയിലെ 37 വേദപാരംഗതന്മാരെ, ഞങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മണിക്കൂറിനായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ജീവന്റെ രാജ്ഞിയും അമലോത്ഭവയും നരകസർപ്പത്തിന്റെ തല തകർത്തവളുമായ പരിശുദ്ധ കന്യാമറിയമേ, അമ്മയുടെ ശക്തിയുള്ള വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സുദീപിനെയും കുടുംബത്തെയും ശുശ്രൂഷകളെല്ലാം പ്രത്യേകമായിട്ട് അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് വിശുദ്ധ കുരിശിനാൽ നമ്മളെ തന്നെ മുദ്ര വെച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രത്യേകമായിട്ട് സുദീപിനെയും ബ്രിജിറ്റിനെയും ഈ ഒരു കൂട്ടായ്മയിലേക്ക് വലിയ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അവരെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം അവരുടെ കുടുംബത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. ഓവർ ടു സുദീപ് ആൻഡ് ബ്രിജിറ്റ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ റിജു. ഡോക്ടർ റിജു പറഞ്ഞ പോലെ ഞങ്ങൾ പാലായിലാണ്. എൻ്റെ പേര് ഡോക്ടർ സുദീപ്. ഞാൻ പാലായിൽ മരിയൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു അനസ്തറ്റിസ്റ്റായിട്ട്. വൈഫ് ഡോക്ടർ ബ്രിജിറ്റ് പാല ജനറൽ ഹോസ്പിറ്റലിൽ പെത്തോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ദൈവം കനിഞ്ഞ് ഇങ്ങനെയൊരു ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഇങ്ങനെയൊരു അവസരം ദൈവം ഇങ്ങനെയൊരു പദ്ധതി, ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് ഇങ്ങനെയൊരു പ്ലാൻ ഉണ്ടായപ്പോൾ എന്നത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പൊതുവെ ഞങ്ങൾ ഈ ടോക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, അല്ലാതെ ടോക്ക് എടുക്കുന്നതിൽ വലിയ അനുഭവം ഉള്ളവരല്ല ഞങ്ങൾ. പിന്നെ വേറൊരു പരിമിതി ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾക്ക് മലയാളം അല്പം ഞങ്ങൾ പുറകോട്ടാണ്. ഞങ്ങൾ കേരളത്തിന് വെളിയിലായിരുന്നു പഠിച്ചതൊക്കെ, അതുകൊണ്ട് അങ്ങനെ ഒരു പരിമിതിയുണ്ട്. അപ്പോൾ ഏതെങ്കിലും ദൈവകൃപയാൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കൂടാനും വചനം പങ്കുവെക്കാനും ഉള്ള ഈ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇപ്പം ഒരു അവസരം തരാതെ നമുക്ക് ദൈവവചനം കേൾക്കാനും ദൈവവചനം പങ്കുവെക്കാനും ദൈവം തരുന്ന അവസരമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. പിന്നെ ഞങ്ങൾ നോക്കിയപ്പം ഞങ്ങൾ ആക്ച്വലി ടോക്ക് എടുക്കാൻ യോഗ്യരല്ല.
എന്ന് മാത്രമേ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം മോൻ്റെ ഒരു ഈ സൺഡേ സ്കൂളിലെ ഒരു പ്രസംഗ മത്സരം ഉണ്ടായിരുന്നു. അതിൽ ഇങ്ങനെ ദൈവവിളിയെക്കുറിച്ചായിരുന്നു പ്രസംഗം. അപ്പം അതിലൊരു വാചകം എങ്ങനെയായിരുന്നു. അപ്പം അതെനിക്ക് ശരിക്കും സ്പർശിച്ചു. അത് ഒരു പക്ഷേ ഇപ്പം ഞങ്ങളുടെ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്കത് വളരെ ആപ്റ്റായിട്ട് തോന്നുന്നു. അതെന്താണെന്ന് പറഞ്ഞാൽ ഈ വാചകം ഇങ്ങനെയായിരുന്നു: ദൈവം തിരഞ്ഞെടുത്തവരിൽ, അതായത് അബ്രഹാം മുതൽ ഇന്ന് വരെ ദൈവം തിരഞ്ഞെടുത്തവരിൽ ഒരു കാര്യം, ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യം ഇതായിരുന്നു: ആരും ഈ വിളിക്ക് യോഗ്യരല്ലായിരുന്നു എന്നതാണ്. അപ്പോൾ അത് ഓർക്കുമ്പോൾ ദൈവം ഈശോ ആണെങ്കിലും അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തപ്പോഴും ഒക്കെ അതിന് വലിയ യോഗ്യതയൊന്നും നോക്കിയിട്ടല്ല. അപ്പോൾ ദൈവം ഇങ്ങനെ ഞങ്ങളെ ഈ നിമിഷം ഇങ്ങനെ ഷെയർ ചെയ്യാനായിട്ട് വിളിച്ചതും പക്ഷേ ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. യോഗ്യതയില്ലാത്തവരെ ആണ് ദൈവം എടുക്കുന്ന. ദൈവത്തിൻ്റെ ഒരു സ്റ്റൈലാണ്. ദൈവത്തിന് നന്ദി പറയുന്നു. ഏതെങ്കിലും ഞങ്ങളുടെ ദൈവാനുഭവവും ഞങ്ങളുടെ ദൈവം നയിച്ച വഴികളും, അതേപോലെ വിശ്വാസത്തിൻ്റെ ഞങ്ങളുടെ ടാർഗറ്റ്സും പങ്കുവെക്കാനാണ് ഏകദേശം ഞങ്ങൾ കുറച്ച് സമയം ചെലവാക്കാൻ ഈ കുറച്ച് ചെറിയ ഷെയറിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് 5 മക്കളാണ്. ദൈവകൃപയാൽ 6 പേരാണ്. ഒരാൾ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ, ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ അബോർട്ട് ചെയ്ത് മിസ്കാരേജ് ആയിരുന്നു. അങ്ങനെ 6 മക്കൾ. താങ്ക് യു സോ മച്ച്. ആണോ? ക്യാൻ യു ഹിയർ? കേൾക്കാമോ? കേൾക്കാം. കേൾക്കാം. ഓക്കെ. അപ്പം ഇന്ന് ദൈവം വിളിക്കുമ്പം ദൈവത്തിൻ്റെ വിളിക്ക് ഈ ദൈവം വിളിച്ചവരിലെല്ലാം ഒരു അവരുടെ യോഗ്യത ഇല്ലെങ്കിലും ദൈവം വിളിച്ചവരിലെ പ്രത്യേകത ഇതായിരുന്നു: അവർ ആ ദൈവവിളി സ്വീകരിച്ചു എന്നതാണ്. അതാണ് അവരെ വേർതിരിച്ചത്. ഇന്നിപ്പം നമ്മൾ ഈ വചനം കേൾക്കാനും വചനം പങ്കുവെക്കുന്ന ഞങ്ങളും വചനം കേൾക്കുന്ന നിങ്ങളും ഒക്കെ ഈ ഒരു ദൈവവിളി സ്വീകരിച്ചു എന്നതാണ് വലിയ കാര്യം. ദൈവത്തിന് പ്രവർത്തിക്കാനുള്ളൊരു ഓപ്പണിംഗ് ഉണ്ടായി എന്നതാണ്. സത്യം പറഞ്ഞ നിങ്ങളെല്ലാം വിശ്വാസത്തിൽ ഒത്തിരി വളർന്നവരായിരിക്കാം. പക്ഷെ നമുക്ക് ഞങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള ഫെയ്ത്തിൽ നിന്നും നമുക്ക് അത് ബിൽഡ് ചെയ്ത് ഞങ്ങൾ എങ്ങനെയാണ് വിശ്വാസ ജീവിതത്തെ കാണുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ഒരു വിശ്വാസ ജീവിതം അല്ലാത്തൊരു ജീവിതം ഇല്ല എന്നൊരു വി ലിവ് ബൈ ഫെയ്ത്ത്. പൗലോസ് പറയുന്ന പോലെ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. വി ലിവ് ബൈ ഫെയ്ത്ത് എന്നൊരു തലത്തിൽ ജീവിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ കൂദാശയിലൂടെ ഇപ്പം സുദീപ് പറഞ്ഞു, നമ്മൾ ഗ്രേസ് സ്വീകരിക്കാനായിട്ട് റെഡിയായി. അപ്പം ഈവൻ ദോ വി ആർ വീക്ക്, നമുക്ക് ഒരുപാട് വീക്ക്നെസ്സസ് ഉണ്ട്, ബട്ട് ദ ലോർഡ് സേസ് മൈ ഗ്രേസ് ഇസ് സഫിഷ്യൻറ്റ് ഫോർ യു. ആൻഡ് നമ്മുടെ വിശ്വാസം ഇതാണ്, ദാറ്റ് ഇൻ ദ സാക്രമെന്റ് ഓഫ് മാട്രിമണി ആ നിമിഷം തന്നെ നമുക്ക് ആ ഗ്രേസും കൊണ്ട് കർത്താവ് നിറച്ചിട്ടുണ്ട്. വി ഹാവ് ബീൻ ബ്ലെസ്ഡ് വിത്ത് ദാറ്റ് ഗ്രേസ്. സോ ഈവൻ ദോ നമുക്ക് നമ്മുടേതായ വീക്ക്നെസ്സസ് ഉണ്ട്, ബട്ട് നമ്മളെ ത്രൂ ദ സാക്രമെന്റ് ഓഫ് മാട്രിമോണി വി ആർ യുണൈറ്റഡ് ആൻഡ് വിത്ത് ദാറ്റ് ആൻഡ് വി ഹാവ് ബീൻ ബ്ലെസ്ഡ് വിത്ത് ഗ്രേസ്. സോ ആ ഗ്രേസിലൂടെ വി ക്യാൻ ഓവർകം all the struggles what come in our life. നമ്മൾ ഒരു മാരിറ്റൽ ലൈഫ് ജീവിക്കുമ്പോൾ നമുക്ക് ആ ഗ്രേസ് ഓൾറെഡി കർത്താവ് തന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഗ്രേസ് ഇസ് സഫിഷ്യൻറ്റ് ഫോർ us. അപ്പോൾ നമ്മൾ ആ ഗ്രേസിൽ റിലൈ ചെയ്യുക, അതിനു വേണ്ടിയിട്ട് എപ്പോഴും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പം ആണ് നമുക്ക് ആ ഗ്രേസ് ഫുള്ളി നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതും അത് ഫുള്ളി വർക്ക്
നമുക്ക് ചെയ്യാൻ ഐ മീൻ നടപ്പിലാക്കാൻ പറ്റുന്നത്? എഫേസ്യസ് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലിയ പറയുന്നത്, നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തത് നല്ല പ്രവൃത്തികൾക്ക് വേണ്ടിയാണ്. God has chosen you for good works. അപ്പം ഈ ഗുഡ് വർക്ക്സ് ചെയ്യുന്നു. അപ്പം നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ there is good work going on all over the world. There are believers doing good work, non-Christians doing good work. പല കൾച്ചേഴ്സിലുള്ളവർ ഗുഡ് വർക്ക് ചെയ്യുന്നു. ഫണ്ടമെൻ്റലി എല്ലാവരുടെയും മനുഷ്യരായ നമ്മളിൽ എല്ലാവരിലും ദൈവം ഒരു എത്തിക്കൽ, ഒരു മോറൽ കോഡ് നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മോറൽ കോഡ് ഓരോരുത്തരും അതിനെ ജ്വലിപ്പിക്കുന്നത് അവരുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് ഇത് ജ്വലിപ്പിക്കാൻ സാധിക്കുക, ഈ ഒരു മോറൽ കോഡ്. അല്ലേ ഈ പുണ്യപ്രവർത്തികളിൽ അർത്ഥം ഉണ്ടാവില്ല അൺലെസ് ഇറ്റ് കംസ് ഫ്രം ദ ലോർഡ്. പുണ്യപ്രവർത്തികളിൽ കൂടുതൽ അർത്ഥം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആ ഒരു ദൈവത്തോടുള്ള ആ ഒരു ചേർച്ചയിൽ നിന്ന് വേണം ഇത് ജ്വലിപ്പിച്ചെടുക്കാൻ. ദൈവം നിക്ഷേപിച്ചിട്ടുള്ള ഈ ഒരു മോറൽ കോഡ് എന്നത് ജ്വലിക്കുന്നത് ഈ ദൈവത്തോടുള്ള അടുപ്പത്തിൽ നിന്നാണ്. ഈശോ നമ്മളെ ഈ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മാരിറ്റൽ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ അനുദിന ജീവിതം തന്നെ ഒത്തിരി ചാലഞ്ചിങ് ആണ്. ലോട്ട്സ് ഓഫ് സ്ട്രഗിൾസ്, ലോട്ട്സ് ഓഫ് ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ദാറ്റ് വി ഫേസ് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്. നമ്മുടെ ഡെസിഷൻ മേക്കിംഗ്, നമ്മുടെ പിള്ളേരെ കുറിച്ചുള്ള തീരുമാനങ്ങൾ, നമ്മുടെ ഫാമിലി തീരുമാനങ്ങൾ, നമ്മുടെ പ്രൊഫഷണൽ തീരുമാനങ്ങൾ എല്ലാം ഒത്തിരി ചാലഞ്ചിങ് ആണ്. അപ്പം ഹൗ ക്യാൻ വി focus, how can we take the right decisions with eternity in mind എന്നതാണ് നമ്മൾ ആസ് ക്രിസ്ത്യൻസ് നമ്മൾ ചിന്തിക്കേണ്ടത്. വി ആർ മെയ്ഡ് ഫോർ ഇറ്റേണിറ്റി. നമ്മളിപ്പം ഈ പൗലോസ്ലിയ കൊലോസിയർക്ക് എഴുതിയ ലേഖനത്തിലെ 2-ാം അധ്യായത്തിൽ 12-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, you've been through your baptism you have been നിങ്ങൾ ഈശോയുടെ കൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ 1 സെക്കൻഡ് ഞാനത് വായിക്കാമേ. 2:12 you were buried with him in baptism in which you were also raised with him through faith in working of God who raised him from the dead. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്. ദൈവം ഈശോ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, നമുക്കെല്ലാവർക്കും ഈ നിത്യജീവനിലേക്കുള്ള വഴി തെളിച്ചു എന്നതിലാണ്. അപ്പം ഈ ഒരു വിശ്വാസത്തിലാണ്, ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഈ ഒരു ഫൗണ്ടേഷണൽ ഫെയ്ത്തിൽ നിന്നുമാണ് നമ്മൾ ജീവിക്കേണ്ടത്. പക്ഷേ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പം പൗലോസ്ലിയ പറയുന്നത് ഞാൻ നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ഞാൻ പൗലോസ്ലിയ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്നു. പൗലോസ്ലിയ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 7-ാം അധ്യായത്തിൽ 15 മുതൽ 19 ആ ഒരു സ്ട്രഗിളാണ് നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്നത്. നമ്മൾ ഒരുപക്ഷെ ദൈവാനുഭവത്തിലൂടെ കടന്നു പോയവരൊക്കെ ദൈവാനുഭവം ഉണ്ടായ വ്യക്തികളായിരിക്കാം. പക്ഷേ നമ്മുടെ അനുദിന ജീവിതത്തിലെ സ്ട്രഗിൾ ഇതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന നന്മ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പം ഇതിലേക്ക് നമ്മൾ ഈ ആഗ്രഹിക്കുന്ന സഭ നമുക്ക് തുറന്നു തരുന്ന വലിയ നിക്ഷേപമുണ്ട്. സഭ നമുക്ക് തുറന്നു തരുന്ന വിശ്വാസത്തിൻ്റെ വലിയ നിക്ഷേപമുണ്ട്. അതിൽ സഭയുടെ പഠനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് മെഡ്ജുഗോറിയിലെ മാതാവ് പറഞ്ഞതുപോലെ ദാവീദിൻ്റെ 5 കല്ലിനെ കുറിച്ച് മെഡ്ജുഗോറിയിലെ മാതാവ് പറയുന്നു. അപ്പോൾ ഈ 5 കല്ലിൽ
ഒന്ന് നമ്മുടെ കൂദാശകളോടുള്ള ഒരു the five stones that David had were ഒന്ന് മാതാവ് പറയുന്നത് അത് നമ്മുടെ അടുത്ത് ഉണ്ടാവേണ്ട ഒരു കാര്യം വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ്. പ്ലീസ്, നമ്മൾ ഞായറാഴ്ചകളിലേലും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ്. അനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടെങ്കിൽ അനുദിനം തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. അതേപോലെ രണ്ടാമത്തെ കല്ല് മാതാവ് പറയുന്നത് ഇതാണ്, ഇടയ്ക്കിടെ കുമ്പസാരത്തിലൂടെ നമ്മൾ ഈ അനുരഞ്ജന ഉദാശയിലൂടെ നമ്മൾ ദൈവത്തോട് അടുക്കാൻ ഉള്ളൊരു മാർഗമായിട്ട് നമ്മൾ കാണുന്നു. നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ ശ്രമങ്ങളിൽ വീഴുന്നു. എന്നിരുന്നാലും നമ്മൾ തിരിച്ച് ഈശോയുടെ കൂടെ, ഈശോയുടെ കൃപയാൽ, റോമാക്കാർക്ക് പറയുന്ന 9-ാം അധ്യായം 9:16 പറയുന്ന പോലെ കൃപയാലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവകൃപയാലാണ് നമ്മൾ. അപ്പോൾ ദൈവം കൃപ തരാൻ തയ്യാറാണ്, പക്ഷെ നമ്മളത് സ്വീകരിച്ചാണ്. അപ്പോൾ തരുന്നത് ഈ കൂദാശകളിലൂടെയാണ്. കൂദാശകൾ റിപ്പീറ്റഡ് ആയിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന കൂദാശകൾ വിശുദ്ധ കുർബാനയും കുമ്പസാരവും. പിന്നെ മാതാവ് പറയുന്നത് വേറെ 3 കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, ജപമാല. എല്ലാ ദിവസവും ജപമാല ചൊല്ലുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ ശത്രുവിനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ആയുധമായിട്ടാണ് ജപമാലയെ അവതരിപ്പിച്ചിരിക്കുന്നത്, മാതാവ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഉള്ളത് സ്ക്രിപ്ചർ റീഡിങ്, അതായത് ബൈബിൾ വായിക്കുകയും ദൈവവചനത്തെ നമ്മൾ ഭക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് അത് നമ്മളിൽ മാംസം ധരിച്ച് ക്രിസ്തു എന്നൊരു വ്യക്തി, ക്രിസ്തു നമ്മുടെ ജീവിതത്തിലൊരു യാഥാർത്ഥ്യമായി മാറും. യേശു ശിഷ്യന്മാരെ നോക്കി യോഹന്നാൻ 15:15 പറയുന്നുണ്ടല്ലോ, ഞാൻ ഇനി നിങ്ങളെ ഞാൻ ഇനി ദാസന്മാരായിട്ട് അല്ല കാണുന്നത്, നിങ്ങളെ ഫ്രണ്ട്സ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് നമ്മൾ മാറിയാൽ മാത്രമേ നമ്മുടെ ഒരു ക്രൈസ്തവ വിശ്വാസത്തിനൊരു അർത്ഥം ഉണ്ടാവും. നമ്മുടെ ഒരു കുടുംബ ജീവിതത്തിൽ ക്രിസ്തുവിനൊരു സ്ഥാനം ഉണ്ടാവും. ആ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്കാണ് ഈശോ നമ്മളെ വിളിക്കുന്നത്. വിശ്വാസത്തിൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്കാണ് നമ്മളെ. That is what separates and that is what differentiates Christianity from all other faiths. ഇതിൽ ദൈവം ഈശോയുടെ യോഗ്യതയാലാണ് നമ്മൾ ഇതിനകത്ത് കയറുന്നത്. ഇതിനൊരു എൻട്രൻസ് എക്സാം ഇല്ല, ഇതിനൊരു യോഗ്യത പരീക്ഷയില്ല, നമ്മുടെ യോഗ്യത നോക്കിയല്ല. യേശുവിൻ്റെ കൂടെ കുരിശ് മരിച്ച് വലതുവശത്തെ കള്ളൻ്റെ യോഗ്യതയല്ല, പക്ഷേ ആ കുറവുണ്ട്, ഈശോയുടെ കരുണയാണ് ഇല്ല. അപ്പം ഈ ഒരു കരുണയിൽ ആശ്രയിച്ചും ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചും ആണ് നമുക്ക് ജീവിക്കാൻ പറ്റുക. അപ്പം ഈ വചനത്തോടുള്ള ആ തീഷ്ണമായ ദാഹവും വചനം കേൾക്കാനും വചനം വായിക്കുവാനും വചനം ജീവിക്കുവാനുമുള്ള തീഷ്ണതയാണ് നമ്മളെ ഈശോയോട് അടുപ്പിക്കുക. പിന്നെ 5ാമത്തെ ഒരു കാര്യം പറയുന്നത് ഉപവാസം. ആഴ്ചയിൽ 2 ദിവസമായാലും ഉപവാസം എടുക്കണമെന്നാണ് മാതാവ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഈ 5 കല്ലുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്, നമ്മൾ ശത്രുവിനെ ഫൈറ്റ് ചെയ്യാൻ. അപ്പം ഇത് പ്രത്യേകിച്ച് നമുക്ക് ഈ വിശുദ്ധ കുർബാനയാണ് ഇതിൻ്റെ കേന്ദ്ര ബിന്ദുവായിട്ട് നിൽക്കുന്നത്. ഓൺലി വെൻ, പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിന്, ഞങ്ങൾക്കതാ പലപ്പോഴും ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നും മനസ്സിലായത് അതാണ്. ഈ പാസ്കൽ മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റിനെ ഞങ്ങളുടെ ഒരു അനുദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് ഈ കുടുംബജീവിതത്തിൻ്റെ ഒരു ബ്യൂട്ടിയും കുടുംബജീവിതത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളും നേരിടാനും അത് മനോവർ ചെയ്ത് അതിനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നാവിഗേറ്റ് ചെയ്യാനും ഉള്ള കൃപ കിട്ടുന്നത്
ഈ വിശുദ്ധ ബലിയിലൂടെയാണ്. അൺലെസ് വി ബിക്കം ഓൾട്ടേഴ്സ് ഫോർ ഈച്ച് അതർ, നമ്മൾ പരസ്പരം ദമ്പതിമാര് അൾത്താരയായി മാറണം. ഈശോ ബലി അർപ്പിക്കാനുള്ള അൾത്താരയായി മാറിക്കഴിയുമ്പം വലിയൊരു കൃപയാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നാണ് ഞങ്ങളുടെ ഒരു എളിയ അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഈ വേറൊരു ഇതിൻ്റെ നമ്മുടെ വിശ്വാസത്തിൻ്റെ there are two dimensions to faith. നമ്മൾ കൃപയാലാണ്, വിശ്വാസത്തിലൂടെയാണ്, ദൈവം തരുന്ന ഒരു ദാനമാണ് എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യൻ്റെ ഒരു പ്രത്യുത്തരവും അതിലുണ്ട്. ആർ റെസ്പോൺസ് ടു ഫെയ്ത്ത്. അപ്പം ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് കനോട്ട് ബി ഇപ്പം അതിൽ ഒരു ലോജിക്കലായിട്ടുള്ള ആർഗ്യുമെൻറ്റ്, ഇപ്പം ദൈവം വിശ്വാസം തന്നില്ല അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നില്ല എന്ന് നമുക്ക് പറയാനില്ല. ദൈവം ഈ കൃപയും ഒക്കെ, ദൈവം ഈ ഗ്രേസ് എല്ലാവർക്കും തന്നെ തുറന്നു വയ്ക്കും. എവ്രിബഡി, എസ്പെഷ്യലി വി ബാപ്റ്റൈസ്ഡ് ക്രിസ്ത്യൻസ്, നമ്മൾ മാമോദീസ സ്വീകരിച്ച് ക്രിസ്ത്യാനികളായിരിക്കും, നമുക്ക് ആ ഗ്രേസിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. ഇപ്പം നമ്മൾ അതിൽ നിന്നും സ്വീകരിക്കേണ്ടത് നമ്മുടെ ഒരു തുറവി അനുസരിച്ചാണ്. നമ്മൾ എത്ര കണ്ട് നമ്മൾ അത് നമ്മളെ തന്നെ തുറക്കുന്നു, അത്രയും കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ ഫെയ്ത്ത് ഒരു പാസീവായിട്ടുള്ളൊരു കാര്യമല്ല. ഇങ്ങനെ ദൈവം ഇങ്ങോട്ട് തരുന്നു, നമ്മളതിൽ അത് വെറുതെ റിസീവ് ചെയ്യുന്നു എന്നതല്ല. പക്ഷെ അതിലൊരു പ്രത്യുത്തരം ഉണ്ടാവണം. എന്നാലേ നമുക്ക് ഈ ഫെയ്ത്ത് ബിക്കംസ് അലൈവ് ആൻഡ് വൈബ്രന്റ് ഇൻ us. അപ്പം ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ശരിക്കും പറയുമ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഐ കൺസീവ് ഫോർ ആർ ഫസ്റ്റ് ബേബി മൈക്കിൾ. അപ്പം ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അത് നല്ലൊരു ചലഞ്ചിങ് പീരീഡാണ്. നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ തന്നെ അത്യാവശ്യം സ്ട്രെസ് ഉണ്ട്, പക്ഷേ ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ഈ കുഞ്ഞ് ഉണ്ടായി കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് കുർബാനയോടുള്ള ഒരു സ്നേഹം കൊണ്ട് ശരിക്കും കുഞ്ഞിന് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞായറാഴ്ച കുർബാനയ്ക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയായിരുന്നു. പിന്നെ ഉള്ളത് 3 മാസം, കുഞ്ഞിന് 3 മാസമായപ്പോൾ തൊട്ട് കുഞ്ഞിനെ എല്ലാ ദിവസവും തന്നെ കുർബാനയ്ക്ക് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുമായിരുന്നു. അതിന് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ തീരുന്നതിന് മുമ്പേ തന്നെ, ബിഫോർ ഐ കുഡ് കംപ്ലീറ്റ് ദ പോസ്റ്റ് ഗ്രാജുവേഷൻ, രണ്ടാമത്തെ പ്രഗ്നൻസി വന്നു. അത് ഞങ്ങൾക്ക് മിസ്കാരേജ് ആയി മാറി. അപ്പം അതൊരു സങ്കടവും വിഷമമായിരുന്നു. ബട്ട് അപ്പം കുറച്ചും കൂടെ ആ ഒരു കൃപ ഈശോ തന്നു, ടു ബി മോർ ഓപ്പൺ ടു റിസീവ് മോർ ചിൽഡ്രൻ. അങ്ങനത്തെ ഒരു ആഗ്രഹം കൂടുതലായിട്ടും വന്നു. ആക്ച്വലി നമ്മുടെ വിശ്വാസത്തിൽ ജീവിച്ചു തുടങ്ങുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത്, നത്തിങ് ഈസ് ആക്സിഡന്റൽ ഇൻ ആർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒന്നും ആക്സിഡന്റൽ അല്ല. when we live in faith, അപ്പം നത്തിങ് കംസ് ടു us ആക്സിഡന്റലി. നമ്മളിപ്പം ആയിരിക്കുന്ന ജീവിതാവസ്ഥയും നമ്മളായിരിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളിയും നമ്മുടെ ഓരോ സാഹചര്യങ്ങളും, നത്തിങ് ഹാപ്പൻസ് ഇൻ ആക്സിഡന്റ്. ആൻഡ് രണ്ടാമത്തെ ഒരു സത്യം ഇതാണ്, വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ സത്യം ഇതാണ്, ഏതൊരവസ്ഥയിലാണേലും കർത്താവിന് ഇടപെടാൻ പറ്റിയാത്ത ഒരു അവസ്ഥയും ഇല്ല. ഉദാഹരണത്തിന് ഇപ്പൊ കുറച്ചു കാലം മുന്നേ രണ്ടാമത്തെ അത് തന്നെയാണ്, ആ പ്രഗ്നൻസി കഴിഞ്ഞപ്പം, അതായത് മിസ്കാരേജ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു, ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞായിരുന്നു, ഇനി 6 മാസത്തേക്ക് പ്രഗ്നൻസി നോക്കല്ലെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു, സങ്കടമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് സമർപ്പിച്ചു. വേളാങ്കണ്ണി പോയ ഓർമ്മയുണ്ട്. വേളാങ്കണ്ണി പോയപ്പോൾ അവിടെയും എഴുതി വെച്ചു, ഈശോ ഇത് ഒത്തിരി വിഷമം, 6 മാസം എന്ന് പറഞ്ഞാൽ നിൽക്കാൻ, അത് അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ ഈശോയുടെ അടുത്ത് ഇങ്ങനെ ഒത്തിരി ഒരു വഴക്കുണ്ടാക്കി ഫ്രീഡത്തോടെ സംസാരിക്കുന്ന ഞാൻ ഓർക്കുന്നുണ്ട്, സെൻറ്റ് ജോൺസിൻ്റെ ചാപ്പലിൽ ഇരുന്നുകൊണ്ടൊക്കെ.
അപ്പം ശരിക്കും 3 മാസം ആയപ്പോൾ തന്നെ കൺസീവ് ചെയ്തു. തെരേസ് മോളെ മൂന്നാമത്തെ ഞങ്ങളുടെ കുട്ടിയെ 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കൺസീവ് ചെയ്തു. ദൈവം അനുഗ്രഹിച്ച്. ആൻഡ് ദ ഹോൾ കോഴ്സ് ഓഫ് പ്രഗ്നൻസി വാസ് വെരി നോർമൽ. ഒരു പ്രശ്നം ഒന്നും ഇല്ലാതെ. ആൻഡ് ഡെലിവറിയും സേഫായിട്ടും നോർമൽ ഡെലിവറി ആയിരുന്നു. അപ്പം ഇതാണിപ്പം നമ്മുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം ദൈവം തരുന്നുണ്ട്. ഉറപ്പായിട്ടും കർത്താവ് നമ്മുടെ ഹൃദയം, നമ്മുടെ അവസ്ഥ എല്ലാം മനസ്സിലാക്കിയിട്ട് അതിന് ഈശോ ഉത്തരം തരുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് നാട്ടിലിപ്പം PSC ജോലി കിട്ടിയോണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് വന്നു, കേരളത്തിലേക്ക് വന്നു. ആൻഡ് മൂന്നാമത്തെ പ്രഗ്നൻസിയുടെ പീരീഡിൽ ഒക്കെ ആയിരുന്നു ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ബോത്ത് ഓഫ് us ആർ ബ്രോട്ട് അപ്പ് ഔട്ട്സൈഡ് കേരള. അപ്പം ലിവിങ് ഇൻ കേരള വന്ന് അങ്ങ് വന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്നപ്പം അത്രയ്ക്കും എളുപ്പമല്ലായിരുന്നു. അതിൻ്റെതായ ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ പേരൻസും ഉണ്ട്. ഈ ഒരു വിശ്വാസം കൊണ്ട് മാത്രം, വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം, ഈശോയുടെ ദിവ്യകാരുണ്യ ഈശോയോടുള്ള സ്നേഹം കൊണ്ട് ഉറപ്പായിട്ടും ഒത്തിരി കൃപ നമുക്ക് അനുഭവിക്കാൻ പറ്റും. സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും ഒരുമിച്ചാണെങ്കിലും പള്ളിയിൽ കുറച്ച് നേരമെങ്കിലും സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുമായിരുന്നു. പിന്നെ വേറൊരു അനുഭവം ഇതാണ്, ഫെയ്ത്ത് ഗോഡ് ഓൾവേസ് പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പം വിശ്വാസം വളരാൻ വേണ്ടിയുള്ള അവസരങ്ങൾ ദൈവം തന്നെ ഒരുക്കി തരും. അത് നമ്മൾ പ്രത്യേകിച്ചൊന്നും എഫേർട്ട് എടുത്തില്ലെങ്കിൽ തന്നെ ദൈവം അതിനുള്ള ദൈവത്തിൻ്റെ ആ വിശ്വാസം വളരാൻ വേണ്ടിയുള്ള ദൈവം ആഗ്രഹിക്കുന്നത് ഇതാണ്, ദാറ്റ് വി ഷുഡ് എക്സ്പീരിയൻസ് ദ ഫ്രീഡം ഓഫ് ചിൽഡ്രൻ ഓഫ് ഗോഡ്. ആ ഒരു ഫ്രീഡം എക്സ്പീരിയൻസിലേക്ക് കടക്കുന്നത് വരെ ദൈവം നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഐ തിങ്ക് അതിൻ്റെ ഒരു ഫുൾനെസ് കിട്ടുന്നത് ഒരു പക്ഷേ നിത്യജീവൻ, നമ്മൾ ഹെവനിലായിരിക്കും, സ്വർഗത്തിലാണ് അതിൻ്റെ പൂർണ്ണത കിട്ടുന്നത്. എന്നിരുന്നാലും ഗോഡ് വാണ്ട്സ് us to experience experience that freedom of children of God. That is അത് വിശ്വാസം ജീവിതം വഴി ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്, അതും കൂടെയാണ്. അപ്പം ഗോഡ് ഈ ഒരു എക്സ്പീരിയൻസിലേക്ക് കടക്കാൻ വേണ്ടി ദൈവം പല അവസരങ്ങളും നമ്മുടെ മുന്നിൽ വയ്ക്കും. ദൈവം പലതരത്തിൽ ഇപ്പം ദൈവം വളരാൻ വേണ്ടി ഇപ്പം ഞങ്ങളുടെ ഈ ഷെയറിങ് പോലും ഞങ്ങൾക്ക് തോന്നുന്നത് അതൊരു ഒരുക്കമായിരുന്നു. അത് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയുള്ളൊരു അവസരമായി മാറി. സോ God's opportunities are not God's calling is not accident. God is faithful to his calling, and he doesn't leave us orphan, and he always continues to provide us opportunities. നമ്മൾ നിരന്തരം ദൈവം ഇങ്ങനെ നമ്മളെ വിശ്വാസത്തിൽ വളർത്താൻ വേണ്ടിയുള്ള ഓരോ അവസരങ്ങൾ തരും. അപ്പോൾ ആ അവസരങ്ങളിലൊക്കെ നമ്മൾ യെസ് പറയുമ്പോൾ ഒക്കെ റിമാർക്കബിൾ തിങ്സ് ആണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മളിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിലും അതേപോലെ നമ്മുടെയും ജീവിതത്തിലും തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ആ ഹോളി യൂക്കറിസ്റ്റിക് ഫാമിലിയുടെ ഞങ്ങളുടെ ഒരു വി വർ ഇൻവോൾവ് ഇൻ ദാറ്റ്. ഈ അതായത് ഇപ്പോൾ മൂന്നാമത്തെ പ്രഗ്നൻസി കഴിഞ്ഞ് പിന്നെ നാലാമത്തെ അഞ്ചാമത്തെ ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എനിക്ക് ഒരു സെൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ 4 സ്ത്രീകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമായിരുന്നു. ദാറ്റ് വാസ് ഡ്യൂറിങ് ദ കോവിഡ് പീരിയഡ്. കോവിഡ് സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പം ഞങ്ങൾക്ക് കിട്ടിയ ഇൻസ്പിറേഷൻ ആയിരുന്നു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാവുള്ളൂ എന്ന് ഞങ്ങളെപ്പോൾ കൂടുമ്പോഴും. അങ്ങനെ അതനുസരിച്ച് പിന്നെ വി സ്റ്റാർട്ടഡ് പ്രേസിങ്. ആൻഡ് അങ്ങനെ ഞങ്ങൾ ഒരു പള്ളിയിൽ വെച്ചായിരുന്നു കൂടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ദിവ്യകാരുണ്യ ഈശോയെ കണ്ടോണ്ട് ആരാധിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. ദിവ്യകാരുണ്യ ഈശോയെ കണ്ടോണ്ട് ആരാധിക്കണം. കോവിഡ് സമയത്തായിരുന്നു, അപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ലോക്ക്ഡൗണിൻ്റെ സമയത്തായിരുന്നു. ആൻഡ് ഞങ്ങൾക്ക് ആ സമയത്ത് കിട്ടിയ ഒരു വചനം, സ്ട്രൈക്കിംഗ് ആയിട്ട് കിട്ടിയ വചനം,
പുറപ്പാട് 23-ാമത്തെ അധ്യായം 25-26 വചനം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷണം പാനീയം ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. കോവിഡ് സമയത്ത് രോഗം നിർമ്മാർജ്ജനം ചെയ്യുമെന്ന് ഭയങ്കര അപ്രോപ്രിയേറ്റ് ആയിരുന്നു. ഗർഭചിത്രയോ വഞ്ചിതയോ നാട്ടിലുണ്ടാവില്ല, ദീർഘായുസ് നൽകി നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പ്രോമിസസ് എല്ലാം ഇതിലുണ്ട്. അപ്പം ഈ ഒരു ആഗ്രഹത്തോടെ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ആസ് എ ഫാമിലി ഞങ്ങൾ മുരുക്കൻ പിതാവിനെ പോയി കണ്ട് ഷെയർ ചെയ്തായിരുന്നു, ഈ ആഗ്രഹം പങ്കുവെച്ചായിരുന്നു. മുരുക്കൻ പിതാവിൻ്റെ ആശീർവാദത്തോടെ ഫാമിലീസും എല്ലാം ഒരുമിച്ചായിരുന്നു, മൂന്ന് കുടുംബങ്ങൾ ഒരുമിച്ച്, ഞങ്ങൾ 4 ഫാമിലീസ് ഒരുമിച്ചായിരുന്നു. ആൻഡ് മുരുക്കൻ പിതാവിൻ്റെ ആശീർവാദത്തോടെ ആൻഡ് കുര്യൻ മറ്റത്തിൽ അച്ഛൻ്റെ ഫുൾ സപ്പോർട്ടോടെ പിന്നെ ഞങ്ങൾ പാലാ പുത്തമ്പള്ളിയിൽ അങ്ങനെ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരത്തെ ആരാധന സ്റ്റാർട്ട് ചെയ്തു. വെള്ളിയാഴ്ച വൈകുന്നേരം ഈവനിങ് 5:30 മാസ് കഴിഞ്ഞിട്ട് 1 hour 8:30 വരെ അഡറേഷൻ, യൂക്രിസ്റ്റിക് അഡറേഷൻ. ഞങ്ങളപ്പം അതിന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി, ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ അഡറേഷന് പോവുക ഈശോയുടെ കൂടെ. അപ്പം ഫ്രൈഡേ ഈവനിങ്സ് വിത്ത് ദ ലോർഡ് ഫാമിലി ആയിട്ട്. അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ശരിക്കും ആ ഒരു കീപ്പിംഗ് ദാറ്റ് ടൈം അസൈഡ് ഫോർ ഗോഡ്, ഈശോയുടെ കൂടെ ചെലവാക്കാൻ വേണ്ടി, അതും കുടുംബത്തോട് കൂടെ ചെലവാക്കുന്നത് അത് വലിയൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയത്. ദിവ്യകാരുണ്യ ഈശോ സന്നിധിയിൽ ഇന്ന് വചനം കേൾക്കാനും ആരാധിക്കുവാനും കൊന്ത ചൊല്ലുവാനും, പിന്നെ അതേപോലെ ഇതിപ്പം പിള്ളേർക്കുള്ള സെഷൻസ് വേറെ, ക്രിസ്ത്യൻ ഏഞ്ചൽസ് ആർമിയും ക്രിസ്ത്യൻ മിനിസ്ട്രിയും അവർ ഒരുമിച്ച് അവർ പിള്ളേരെ വളർത്തുന്നു. അത് ശരിക്കും ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഒരു നിയോഗം പോലെ എനിക്ക് തോന്നി. ദൈവം പ്രത്യേകിച്ച് ഇത് ക്രമീകരിച്ച പോലെ തോന്നി. ഞങ്ങൾ ഇതിലൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ബട്ട് ഗോഡ് ഇൻ ഇറ്റ്സ് ഡ്യൂ ടൈം ഇങ്ങനെ ഒരു ഇത് അൺഫോൾഡ് ചെയ്തു. അത് ഫ്രൈഡേ അഡോറേഷൻ ഓപ്പർച്യൂണിറ്റി ആണ് ഞങ്ങൾക്ക് വിശ്വാസത്തിന് വളരാൻ. ഫ്രൈഡേ അഡോറേഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതായത് ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് തന്നെ പോകുന്നു, ഞങ്ങളുടെ പേരൻസും മക്കളും എല്ലാവരും കൂടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ. അതിന് ശരിക്കും ഞങ്ങളുടെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്, ദാറ്റ് മക്കൾക്ക് ഐ മീൻ സ്നേഹം, അവർ വാട്ട് ദേ ഡിസേർവ്, ദേ ഷുഡ് ഗെറ്റ് ദാറ്റ് ലവ്. ബട്ട് ഞങ്ങൾ ആസ് ഹ്യൂമൻ ബീങ്സ് വി ആർ വീക്ക്. ഞങ്ങൾക്ക് ആ പൂർണ്ണതയിൽ ഒരു പക്ഷേ സ്നേഹം കൊടുക്കാൻ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് മക്കളെ കൊണ്ടുപോകുന്നത്. അപ്പം അവർക്ക് ഞങ്ങളുടെ വാട്ട് എവർ വി ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു ഗിവ്, അത് ഉറപ്പായിട്ടും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകുമ്പം അവർക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടും. ഒരു കുഞ്ഞ്, ഏറ്റവും ഇളയ കുഞ്ഞ് ആ സമയത്ത് 3 വയസ്സായിട്ടുള്ളായിരുന്നു. അപ്പം അത് കൊച്ച് അതിലൂടെ ഓടി നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഓടി നടന്നാലും ദിവ്യകാരുണ്യ സന്നിധിയിലാണല്ലോ ആ കൊച്ചിനായിരിക്കും ചിലപ്പം എന്നെക്കാളും കൂടുതൽ കൃപ കിട്ടുന്നതെന്ന് എൻ്റെ വിശ്വാസം. അപ്പം ദിവ്യകാരുണ്യ സന്നിധിയിൽ ഉറങ്ങിപ്പോയെങ്കിൽ പോലും കുഞ്ഞിന് ഉറപ്പായിട്ടും കൃപ കിട്ടും. കൊച്ചു ത്രേസ്യ പറയായിരുന്നു, ഉറങ്ങുമ്പോഴായിരിക്കും കർത്താവ് നമ്മുടെ ഉള്ളിൽ മേജർ സർജറീസ് നടത്തുന്നത്. അതായത് നമുക്ക് ജനറൽ അനസ്തേഷ്യ കൊടുത്തിട്ടാണല്ലോ മേജർ സർജറീസ് നടത്തുന്നത്. അതുപോലെ കൊച്ചു ത്രേസ്യ പറയായിരുന്നു. അപ്പം ആ ഒരു ഈ ഫ്രൈഡേ അഡറേഷൻ പിന്നെ 3 മാസം കണ്ടിന്യൂസ് ഫ്രൈഡേ അഡറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ആ പള്ളി, അവിടെ ഒരു അടച്ചിരുന്ന ഒരു പഴയ പള്ളി ഉണ്ടായിരുന്നു, വർഷങ്ങളായിട്ട് അടഞ്ഞിരുന്ന പള്ളി, വിച്ച് ഓപ്പൺഡ് അപ്പ് ഫോർ 9 to 4 അഡറേഷൻ. മൺഡേസ് ടു സാറ്റർഡേസ് 9 to 4 അഡറേഷൻ തുടങ്ങി. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ August 15, 2023 August 15 അത് 24 hours അഡറേഷൻ ആയിട്ട് ഇപ്പോൾ ഈ പള്ളി തുറന്നിരിക്കുകയാണ്. So now there is 24 hours adoration happening and even at night people are coming. വളരെ ഒരു എഡിഫൈങ് ആണ് നമുക്ക് കാണുമ്പോൾ തന്നെ. ചില ദിവസങ്ങളിൽ യാദൃശ്യമായി യാത്ര കഴിഞ്ഞ് ഒത്തിരി ലേറ്റ് ആയിട്ട് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ചാപ്പലിൽ ഒന്ന് കയറാമെന്ന് ഓർത്ത് കയറുമ്പോൾ പോലും രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ ആൾക്കാർ സജീവമായി ഉറക്കെ ഒച്ചയിൽ പ്രാർത്ഥിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കേൾക്കുമ്പോൾ ഈവൻ ദോസ് moments of the night are filled with praise. ഈ നാടിനും നമ്മുടെ സഭയ്ക്കും എല്ലാവർക്കും ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് ഈ പള്ളി തുറക്കുന്നതിന് മുമ്പേ അതിൻ്റെ ഒരു സീക്രട്ട്, അത് ശരിക്കും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. ദാറ്റ് ഈ അഖണ്ഡ ജപമാല തുടങ്ങിയായിരുന്നു.
അഖണ്ഡ ജപമാല തുടങ്ങി എല്ലാ 13th ഓഫ് എവറി മന്ത് അങ്ങനെ അഖണ്ഡ ജപമാല തുടങ്ങി. പിന്നെ സാറ്റർഡേയ്സ്, അതായത് 1000 മണി ജപമാലയായിട്ട്. അപ്പം അത് തുടങ്ങിയതിൻ്റെ ശേഷം ഓഗസ്റ്റ് 15, 2023 ആയപ്പം പള്ളി 24 hours അഡറേഷനായിട്ട് ഓപ്പൺ ആയിട്ടു. അപ്പം ജപമാലയാണ് ഒരു ദേവാലയം തുറക്കുന്ന താക്കോലെന്ന് പറയാം. അപ്പം ജപമാല ചെല്ലുമ്പോൾ അമ്മ മാതാവ് എല്ലാവരെയും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് അടുപ്പിക്കുന്നു. പിന്നെ അപ്പം ഞങ്ങളുടെ ഫാമിലി ലൈഫിൽ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ മേ ബി ബിഫോർ മാരേജ് ഞാൻ കുർബാനയ്ക്ക് പോകാൻ എല്ലാ ദിവസവും നല്ല തീഷ്ണതയോടെ പോകുമായിരുന്നു. പറഞ്ഞ പോലെ ആദ്യത്തെ കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടാണ് കുഞ്ഞിനെയും കൊണ്ടൊക്കെ പോകുമായിരുന്നു. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം പ്രഗ്നൻസി അടുപ്പിച്ച് ആയിരുന്നു. അപ്പം പക്ഷേ എനിക്ക് ഹെൽത്തിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമുക്കിവിടെ ഈവനിങ് മാസ് അങ്ങനെ ഓപ്ഷൻസ് ഇല്ല. അപ്പം മോർണിംഗിന് മാസിന് പോകാൻ എനിക്ക് പ്രാക്ടിക്കലി അത് പറ്റുന്നില്ലായിരുന്നു. ബട്ട് അവിടെയൊക്കെ എനിക്ക് ഒരു ബലമായിട്ടുള്ളത് റോസറി ആണ്. എവിടെ ആയിരിക്കുമ്പോഴും എപ്പോഴും ഇപ്പം ഏതവസ്ഥയിലാണെങ്കിലും എപ്പോഴും ഒരു ദിവസം നമ്മൾ എണ്ണം നോക്കണ്ട, പറ്റുന്ന അത്രയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ആൻഡ് അവസരം കിട്ടുമ്പോൾ കുർബാനയിൽ പങ്കെടുക്കുക. അപ്പം നമ്മുടെ വിശ്വാസം ഇങ്ങനെയാണ്, നമ്മൾ ജപമാല ചൊല്ലി ഒരുങ്ങി കുർബാനയിൽ പങ്കെടുക്കുമ്പം കുറച്ചും കൂടെ മേ ബി വി ആർ മോർ പ്രിപ്പയർഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി യൂക്കറിസ്റ്റ്, ബിക്കോസ് ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് നമ്മൾ യോഗ്യതയോടെ കുർബാനയിൽ പങ്കെടുക്കണം. അപ്പോൾ ആ ഒരു ഒരുക്കം ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് മക്കളെ ആണെങ്കിലും who better than Mother Mary to show you Christ? യേശുവിനെ കാണിക്കാൻ മാതാവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറൊരു വഴി. അപ്പം മാതാവ് ഡയറക്റ്റ് ചെയ്യുന്നത് യേശുവിലേക്കാണ്. അപ്പം മാതാവ് വഴി പോകുമ്പം നമ്മൾ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടു തുടങ്ങുക. മാതാവിലൂടെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ when we reach the altar and we go through the hands of Mary and we reach out to the altar through Mary, Mass becomes more meaningful, much more meaningful. Not that it is less meaningful anyway. ദൈവം അപ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ all of us are I'm sure നമ്മളെല്ലാവരും തന്നെ പല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നവരാണ് വിശ്വാസ ജീവിതത്തിൽ. പക്ഷെ വിശ്വാസ ജീവിതത്തിലെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ we should always keep. Faith is a free gift. Faith requires it is a free gift and yet it requires a human consent. ഇങ്ങനെയാണ് കാത്തലിക് ടീച്ചിങ്ങിൽ ഒരു ടീച്ചിങ് ഇങ്ങനെ കണ്ടത്. God created us without asking for a permission, but if God has to recreate us, he requires our permission. In that sense, I mean, സർവശക്തനായ ഇതൊന്നും ആവശ്യമില്ല. ബട്ട് ഗോഡ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടണമെങ്കിൽ നമ്മൾ അതിനുള്ള ഒരു തുറവിയും സ്പേസും കൊടുത്താൽ മാത്രമേ ദൈവം ഇടപെടുള്ളൂ. പലപ്പോഴും ഇറ്റ് ഈസ് ചാലഞ്ചിങ്. നമുക്ക് വിശ്വാസത്തിന് വേണ്ടി വിശ്വാസത്തിൽ നിലകൊള്ളുവാനും ഒക്കെ പലപ്പോഴും നമ്മൾ വീണുപോകും. പക്ഷെ ഇതിലൊക്കെ Christianity and Christ gives so much of hope, even in our fallenness, even in our brokenness. He is already redeemed us. He is redeemed us. It only requires us to open up to this grace. അപ്പോൾ ആ ഒരു ഗ്രേസിലേക്ക്, അപ്പം ഇത് ഓൾറെഡി പ്രീ കൺക്ലൂഡഡ് ആണ്. ദൈവം നമ്മളെ ചേർത്ത് നിർത്തും എന്നതിൽ ഒരു തർക്കമില്ല. പക്ഷെ നമ്മളെ എത്രമാത്രം നമ്മളെ തന്നെ തുറന്നു കൊടുക്കുന്നു എന്നതിലാണ് നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുക. മേ ബി എസ്പെഷ്യലി ഇൻ ഫാമിലി ലൈഫ് നമുക്ക് പലപ്പോഴും ഒരുപക്ഷെ ഒരുമിച്ച് പല കാര്യങ്ങളും ഒരേ ചിന്ത വരണമെന്നില്ല. തർത്തൂല്യൻ എന്ന് പറഞ്ഞൊരു സെക്കൻഡ് സെഞ്ചുറിയിൽ ജീവിച്ച ഒരു തിയോളജിയൻ ഉണ്ട്.
So he says about marriage this way. ഞാൻ ഒന്ന് വായിക്കാം. തെർത്തുല്യൻ്റെ ഒരു Tertullian is one of the greatest church fathers. He says about marriage this way. How beautiful then the marriage of two Christians, two who are in one hope, one in desire, one in the way of life they follow, one in religion they practice. They are as brother and sister, both servants of the same master. Nothing divides them, either in flesh or in spirit. They are in very truth two in one flesh. And where there is but one flesh, there is also but one spirit. They pray together, they worship together, they fast together, instructing one another, encouraging one another, strengthening one another. Side by side, they visit God's church and partake in God's banquet. Side by side, they face difficulties and persecution, share their consolations. They have no secrets from one another. They never shun each other's company. They never bring sorrow to each other's hearts. Unembarrassed, they visit the sick and assist the needy. They give alms without anxiety. They attend the sacrifice without difficulty. They perform their daily exercises of piety without hindrance. They need not be furtive about making the sign of the cross, nor timorous in greeting the brethren, nor silent in asking a blessing of God. Psalms and hymns they sing to one another, striving to see which one of them will chant more beautifully the praises of their Lord. Hearing and seeing this, Christ rejoices. To such as these, he gives peace. Where there are two together, there also he is present. And where he is, the evil is not. So beautifully, actually, Tertullian, ഇതിൻ്റെ ഒരു തത്വം ആക്ച്വലി ഒരു family life and faith, he's brought it out so well. And ക്രിസ്തുവുള്ള ഒരു കുടുംബത്തിൽ, ഈ ഒരു ഐക്യമുള്ള ഒരു കുടുംബത്തിൽ, ഈ ഒരു കൂട്ടായ്മയുള്ള ഒരു കുടുംബത്തിൽ ഈവിലിന് പ്രവേശനമില്ല. അതിനൊരു സീക്രട്ട് ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായത്, ക്രിസ്തു ഉള്ള കുടുംബത്തിൽ ഈവിലിന് പ്രവേശനമില്ല. ഇപ്പം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പം വി നോ ദർ ഇസ് സോ മച്ച് ഓഫ് ഈവിൽ അറൗണ്ട്. നമുക്കൊരു കൺസേൺ ഉണ്ട് നമ്മുടെ മക്കളുടെ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ. ബട്ട് ഞങ്ങൾ ഈ പള്ളിയുടെ ഒരു എക്സാമ്പിൾ ഞങ്ങൾ കൺമുമ്പിൽ കണ്ടു. ഇപ്പം റോസ മിസ്റ്റിക്ക മേരി ഇൻ ഹർ ആപ്പറേഷൻ ഷീ സെഡ് ദാറ്റ് 13th of every month മരിയൻ ദിനമായിട്ട് ആചരിക്കാന്ന്. 13th of every month മരിയൻ ദിനമായിട്ട് ആചരിക്കാന്ന്. ആൻഡ് ഈ റോസ മിസ്റ്റിക്ക ആപ്പറേഷൻസ് ഇപ്പം വാറ്റിക്കൻ ഹാസ് അപ്രൂവ്ഡ്, സഭ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ പള്ളിയിൽ 13th of every month അഖണ്ഡ ജപമാല സ്റ്റാർട്ട് ചെയ്തു. അപ്പം ടെർട്ടുലിയൻ്റെ ടെർട്ടുലിയൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വി വിൽ ഷെയർ. സോ റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ സന്ദേശം അനുസരിച്ച് ഈ പള്ളിയിൽ വി സ്റ്റാർട്ടഡ് വിത്ത് അഖണ്ഡ ജപമാല സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം the church opened up 24 hours for Eucharistic adoration. So നമ്മൾ ഇപ്പം when there is so much of evil around, but still now the Eucharistic adoration-ലൂടെ the army of the Lord is coming up. ഇങ്ങനെ army of the Lord is coming up. അതൊരു പ്രത്യാശയാണ്. ബിക്കോസ് മാതാവ് അതിലൂടെ ഒത്തിരി പ്രോമിസസ് ഉണ്ടെന്ന് ഓർക്ക് പറയുന്നുണ്ട്. ദെയർസ് ലോട്ട് ഓഫ് പ്രോമിസസ്. നമ്മുടെ സഭയ്ക്ക് ഒത്തിരി പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് ദാറ്റ് 24 hours അഡോറേഷന് വേണ്ടിയിട്ട് പള്ളി തുറന്നപ്പം. അപ്പം അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തോടെ ഇങ്ങനെ ഒരു മെസ്സേജോടെ അപ്പം ഞങ്ങൾ ഫാമിലിയിലാണെങ്കിലും ഈ ഒരു വിശ്വാസത്തോടെ ഇങ്ങനെ ഒരു കാര്യം അഡോപ്റ്റ് ചെയ്തു. 13th of every month if possible, നമുക്ക് ആഗ്രഹമുണ്ട്, if possible pray the 4 mysteries, എല്ലാ 4 mysteries of the rosary. ആൻഡ് ഞങ്ങളിപ്പം തുടങ്ങിയിരിക്കുന്നത് ഒരു ചെറിയ പ്രൊസഷനായിട്ട് മദർ മേരിയുടെ സ്റ്റാച്യൂ കൊണ്ട് വീട്ടിനകത്തോടെ എല്ലാ റൂംസിലും കയറി ഇറങ്ങിയിട്ടുള്ള ഒരു പ്രൊസഷൻ വിച്ച് ദി ചിൽഡ്രൻ ആർ ഓൾസോ ലൈക്കിങ്. അപ്പോൾ അവർക്ക് റോസറിയോടുള്ള ഒരു ലവ് ഇൻക്രീസ് ആവും.
ഈ ഒരു ഇങ്ങനെ ഒരു സീക്രട്ടും ഒരു ബോധ്യം, ഒരു വെളിപ്പെടുത്തൽ ദാറ്റ് ഇതിലൂടെയും നമുക്ക് ഒത്തിരി പ്രൊട്ടക്ഷൻ ഉണ്ട് ഫ്രോം ദി ഈവിൽ വൺ എന്ന് ഉള്ള ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൺക്ലൂഡ് ചെയ്യും. അപ്പം ഇൻ കൺക്ലൂഷൻ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഞങ്ങളും നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നിങ്ങളെക്കാളും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ നമുക്ക് പ്രത്യാശയുണ്ട്. വി ഹാവ് ഹോപ്പ്. ഹോപ്പ് നോട്ട് ഇൻ വാട്ട് വി ക്യാൻ ഡു, ബട്ട് ഹോപ്പ് ഇൻ വാട്ട് ഗോഡ് ക്യാൻ ഡു ഇൻ അസ് ആൻഡ് ത്രൂ അസ്. ആൻഡ് ദ വേൾഡ് ഇസ് വെയിറ്റിംഗ് ടുഡേ ഫോർ ദിസ് മെസ്സേജ് ഓഫ് ഹോപ്പ്. നമ്മൾ ആയിരിക്കുന്നിടത്ത് നമ്മൾ ഈ പ്രത്യാശയുടെ വചനം കൊടുക്കുക എന്നത് ഒരു ഔദാര്യമല്ല, ദൈവത്തോട് കാണിക്കുന്ന ഒരു ഔദാര്യമല്ല, അത് ഒരു അനിവാര്യമായ കാര്യമാണ്. ബിക്കോസ് ദ വേൾഡ് ഇസ് ലുക്കിംഗ് ഔട്ട് ഫോർ ദിസ് മെസ്സേജ് ഓഫ് ഹോപ്പ്. സോ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിൽ സപ്പോർട്ട് ഈച്ച് അതർ ത്രൂ ആർ പ്രേയേഴ്സ്. നമ്മുടെ പ്രാർത്ഥനകളിലൂടെ, നമ്മുടെ ഒരു സ്ട്രഗിൾസിലൂടെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ അപ്പം കാരുണ്യവാനായ ദൈവത്തിന് നന്ദി. ഈ ഒരു നിമിഷങ്ങൾ തന്നതിനും ഈ ഒരു വചനം പങ്കുവെക്കാൻ അവസരം തന്നതിനും നല്ലവനായ ദൈവത്തിന് നന്ദി. നമുക്കൊരു ചെറിയൊരു കൺക്ലൂഡിങ്, ഒരു ചെറിയൊരു പ്രെയർ പ്രാർത്ഥിച്ചിട്ട് നിർത്തിയാലോ. കരുണാമയനായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങിൽ നിന്ന് ദൂരെ അകന്നു പോയാലും അങ്ങ് ഓടി ഞങ്ങളെ തേടിയെത്തുന്ന ദൈവമാണല്ലോ. താങ്ക് യു ദാറ്റ് ഇറ്റ് വാസ് യുവർ കോൾ മോർ ദാൻ അവർ ഡെസിഷൻ ടു ഫോളോ യു. ഞങ്ങളുടെ ഒരു തീരുമാനമല്ല അങ്ങേ, ബട്ട് ഇറ്റ് വാസ് യുവർ കോൾ. താങ്ക് യു ലോർഡ്. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ തീരുമാനങ്ങളും ഞങ്ങൾ കേട്ടതും ഇതുവരെ കേട്ടിട്ടുള്ള നല്ല ബോധ്യങ്ങളും ജീവിതത്തിൽ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ കൃപയിൽ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നു. അങ്ങയുടെ കൃപയിൽ മാത്രം ആശ്രയിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ തിരുഹൃദയത്തിൽ ചേർത്ത് പിടിക്കണമേ. അമ്മേ, പരിശുദ്ധ മാതാവേ, ഞങ്ങളെ അങ്ങയുടെ തിരുസുതൻ്റെ അടുത്തോട്ട് അടുപ്പിക്കണമേ. ഞങ്ങൾ വഴിതെറ്റി പോകുമ്പോഴും അമ്മ ഓടി വന്ന ഞങ്ങളെ തിരുത്തിയെ ഞങ്ങളെ തിരിച്ച് ഈശോയുടെ അടുത്ത് കൊണ്ടുവരണം. വിശുദ്ധ യോസേഫ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. പിതാവ്, പരിശുദ്ധാത്മാവ്. താങ്ക് യു. പ്രൈസ് ഗോഡ്. നമുക്കിനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഇവരോട് ചോദിക്കാവുന്ന ഒരു സമയമാണ്. ഒരു ഓപ്പൺ ടൈമാണ്. ഞാൻ സുധീ ഓക്കെ ഞാൻ സെൻറ് ജോൺസിൽ ഉണ്ടായിരുന്ന 2 വർഷം ഞാനിപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയായിരുന്നു. സെൻറ് ജോൺസിലെ സ്റ്റുഡൻസിൻ്റെ പ്രയർ ഗ്രൂപ്പ് വളരെ ആ സമയത്ത് വളരെ മനോഹരമായിട്ട് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന സുദീപിനെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ടൈം. പിന്നെയും എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം വി മെറ്റ് വൺസ് അല്ലേ, വയനാട് വർക്ക് ചെയ്യുന്ന സമയത്ത് സുദീപിനെ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. ആൻഡ് പിന്നെ പിള്ളേരൊക്കെ ആയി കല്യാണം കഴിഞ്ഞ പിള്ളേരൊക്കെ ആയിട്ടാണ് പിന്നെ കാണുന്നത്. ഈ പാലയെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പാല മീനച്ചിൽ താലൂക്കിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദൈവവിളികളുള്ളത്, ഏറ്റവും കൂടുതൽ വൈദികര സിസ്റ്റേഴ്സ് ഉള്ള സ്ഥലമാണ് പാല. ഈ പാല എന്ന് പറഞ്ഞാൽ നല്ല വളക്കൂറുള്ള മണ്ണാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ പാലായുടെ ഒരു പാരമ്പര്യം നിങ്ങൾ തീർച്ചയായിട്ടും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അവിടെ പ്രാർത്ഥിച്ച് ഈശോയുടെ മുമ്പിൽ ഈശോയെ ആരാധിച്ച്, ദീപികാരൻ ഈശോയെ ആരാധിച്ച്, റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ മുമ്പിൽ ജമാല ചൊല്ലി ഞങ്ങൾക്കൊക്കെ വലിയൊരു മാതൃക നിങ്ങൾ കാണിച്ചു തരാണ്. യു ഹാവ് സെറ്റ് ആൻ എക്സാമ്പിൾ. അപ്പം നമുക്ക് ഈ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കേണ്ട സമയമാണ്. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം കേട്ടോ.
ആർക്കും ഒന്നും ചോദിക്കാനില്ല. എല്ലാവരും എല്ലാ സംശയം മാറി. ബ്രിജിറ്റ് സുധീർ, ഞാൻ ഒരു കാര്യം ചോദിക്കാവേ. നമ്മള് കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോ മക്കള് എങ്ങനെയാണ്? എനിക്ക് കുറച്ചൊക്കെ ഇങ്ങനെ ഡിസിപ്ലിനിങ് ചെയ്ത് ഞാൻ പറയാറുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ വായ തുറക്കുന്നുണ്ടോ എന്ന് നോക്കി നിന്നിട്ടാണ് ഞാൻ അധിക സമയം ഇരിക്കുക. അപ്പൊ ചിലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടില്ല എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കാനിരിക്കും. അപ്പൊ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ അനങ്ങാതിരിക്കുന്നുണ്ടാവും, അല്ലാതെ സ്വപ്നലോകത്തൊക്കെ ഇരിക്കുന്നുണ്ടാവും. അതെങ്ങനെയാണ് അത് നിങ്ങൾ മാനേജ് ചെയ്യുന്നത്? അത് ഞങ്ങൾ മാനേജ് ചെയ്യുന്നത് രണ്ടുപേരും, എനിക്കും ബ്രിജിറ്റ് ഈ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്ക് രണ്ടിൻ്റെയും ഒരു ബാലൻസ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ കർശനമായ ഞാൻ കേട്ടില്ലെങ്കിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്, പക്ഷെ ബ്രിജിറ്റ് അതിൽ ശാന്തമായിട്ടിരിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു പിള്ളേർക്ക് അങ്ങനെ ഒരു ബാലൻസ് കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിലും എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ടുള്ളത് ഞങ്ങളുടെ പേരൻസ് ഞങ്ങളുടെ കൂടെ ഉള്ളതാണ്. അപ്പൊ ഞങ്ങൾ തിരുത്തുന്നതിനേക്കാളും കൂടുതൽ പേരൻസ് തിരുത്തുന്നത്. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ഇത് ശരിക്കും ഒരു ഇഷ്യൂ ആണ്. വി ഡോണ്ട് നോ എങ്ങനെ ആക്ച്വലി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൻ്റെ എനിക്ക് തോന്നുന്നത് ഒരു പോസിബിൾ വേസ് സെറ്റ് എൻ എക്സാമ്പിൾ. നമ്മൾ ഭക്തിയോടെ ഇരിക്കുക, എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും പിള്ളേർ പയ്യെ ആ ഒരു ഇതിലേക്ക് എത്തും എന്നൊരു വിശ്വാസമാണ് എനിക്ക് തോന്നുന്നത്. നമ്മള് പ്രാർത്ഥിക്കുന്ന കണ്ടിട്ട് അവർക്ക് അത് അവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ ഇപ്പം ആസ് എ ചൈൽഡ് അവരുടെ നേച്ചറിൽ അത്രയും എളുപ്പമല്ല. അപ്പം ബട്ട് അവരുടെ ഇൻ ദിയർ ഹാർട്ട് തിങ്സ് ഡു ഗെറ്റ് രജിസ്റ്റേർഡ്. അപ്പം പക്ഷെ ഇതില് ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ദാറ്റ് ഐ തിങ്ക് ഇസ് നമ്മൾ ടു സെറ്റ് എൻ എക്സാമ്പിൾ. വി ഷുഡ് ബി റെഡി. അപ്പോൾ അതൊരു ചാലഞ്ചായിട്ട് ആണ് ഞാൻ കാണുന്നത്. പലപ്പോഴും ഞാനും ഇപ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് കൂടുമ്പം ടു ബി ട്രൂ പലപ്പോഴും ഞാനും മടുത്തായിരിക്കും ഇരിക്കുന്ന ഒരു ടയേർഡ്നെസ്സും ആ ഒരു എലിമെൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ വി സ്ട്രഗിൾ. പിന്നെ ഇതിലൊക്കെ നമ്മുടെ സ്ട്രഗിളിലൊക്കെ ഗ്രേസിലാണ് ആശ്രയിക്കുന്നത്. നമ്മളെന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും തമ്പുരാൻ്റെ കൃപയിൽ ആശ്രയിക്കുക, തമ്പുരാന് പരമേൽപ്പിച്ചു കൊടുക്കുക എന്നത് മാത്രമേ ഉള്ളൂ തോന്നുന്നു. അവര് നമ്മുടെ സ്ട്രഗിൾസ് ഒക്കെ കണ്ടാണെങ്കിലും അവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, അവർക്ക് നമ്മളുടെ ലൈഫിലൂടെ ഇത്രയും കിട്ടിയാൽ മതി. ദാറ്റ് നമ്മൾ ആശ്രയിക്കുന്ന കർത്താവിലാണ് നമ്മുടെ ബലം, ഈശോയിലാണ്. നമ്മൾ വി ആർ സീക്കിംഗ് ഓൾ ആർ സ്ട്രെങ്ത് ഫ്രം ദ ലോർഡ്. അപ്പം ആ ഒരു എക്സാമ്പിൾ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അവർക്കും അത് അവരുടെ ലൈഫിൽ അത് പ്രാക്ടിക്കലാക്കാൻ അവരും അത് ശ്രമിക്കും. ഒത്തിരി ഡിസിപ്ലിൻ ചെയ്യുന്നേക്കാളും അത് ഇറ്റ് ഷുഡ് രജിസ്റ്റർ ഇൻ ദിയർ ഹാർട്ട്സ്. അതല്ലേ കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഈ ഒരു തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നത്. ഡിസിപ്ലിനിങ് ഹൗ ഫാർ, ഹൗ മച്ച്. ഓക്കെ, നിങ്ങൾ ആ ഒരു റോസറി പ്രൊസഷൻ ചെയ്യും എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതിനൊരു പിള്ളേരെങ്ങനെയാ അതിന് അങ്ങനെ പറയിപ്പോ അല്ലെങ്കിൽ ചെയ്യാം എന്ന് പറയിപ്പോ ഉള്ളൊരു അപ്രോച്ച് അങ്ങനെ കുഞ്ഞുങ്ങളുടെ ഒരു എങ്ങനെയാ അവര് റെസ്പോൺസ് എങ്ങനെയാ? അത് അവർക്ക് ഭയങ്കര ഇഷ്ടം. ആക്ച്വലി ദേ ആർ ലൈക്കിങ് ഇറ്റ്. ബിക്കോസ് നമ്മുടെ മാതാവിന്റെ സ്റ്റാച്യു അവർക്ക് പോലും ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒത്തിരി വെയിറ്റ് അല്ലാത്ത സ്റ്റാച്യു ആണ്. അപ്പം അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളിങ്ങനെ ഫീസ്റ്റ് ഡേയ്സിനൊക്കെ വി ട്രൈ ടു ആ സ്റ്റാച്യു താഴെ ഇറക്കി വെച്ചിട്ട് ഇവർ തന്നെ അലങ്കരിക്കും ടേബിളിലേക്ക് വെച്ചിട്ട്. അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ അവർക്ക് കൊടുക്കുമ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരാൾ സ്റ്റാച്യു പിടിക്കും, ഒരാൾ രണ്ട് സൈഡിലും ഓരോ ക്യാൻഡിൽസ് പിടിച്ചുകൊണ്ടുണ്ട്, പിന്നെ 2 പേര് പൂക്കളൊക്കെ പിടിച്ചുകൊണ്ട്, അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും അവരുടെ കയ്യിൽ എന്തെങ്കിലുമുണ്ട്. പിന്നെ എല്ലാവരുടെയും റൂമിൽ നമ്മൾ കയറി ഇറങ്ങുന്നു. അപ്പം അതും അവർക്കൊരു പ്രത്യേക സന്തോഷമാണ്. അങ്ങനെ അപ്പൊ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ഓരോ മുറിയിലും ഓരോ രഹസ്യം വെച്ച് അങ്ങനെ ചൊല്ലി അങ്ങനെ
ഓ, അപ്പോൾ ശരി. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിലൊരു കാര്യമുണ്ട്. ഐ തിങ്ക് അനദർ തിങ് ദാറ്റ് വി ഹാവ് ടു സീരിയസ്ലി കൺസിഡർ ഇസ് ഹൗ വി ക്യാൻ മേക്ക് അവർ ഫെയ്ത്ത് ലൈഫ് കളർഫുൾ ഇൻ ദ സെൻസ് ദറ്റ് നമ്മൾ എന്താ വി ഷുഡ് ബിക്കം ഗ്ലൂമി ക്രിസ്ത്യൻസ്. നമ്മളിങ്ങനെ ഫുൾ ടൈം പ്രാർത്ഥന അങ്ങനെ ഫുൾ സീരിയസ് ആയിട്ട് നമ്മളൊരു എന്താ ഒരു അവാർഡ് പടം പോലെയുള്ള ഒരു പ്രാർത്ഥന ആവരുത്. ഭയങ്കര പറയുന്നതെല്ലാം കറക്റ്റാണ്, പക്ഷെ എന്നാലും I don't know how much we'll be able to give the message across. പിള്ളേർക്ക് മേക്കിംഗ് ദിസ് കളർഫുൾ ആൻഡ് മേക്കിംഗ് ദിസ് മോർ ഐ മീൻ എനിക്ക് തോന്നുന്നത് വി ഷുഡ് ബി ഓപ്പൺ ടു ദ ഹോളി സ്പിരിറ്റ്സ് പ്രോംപ്റ്റിങ്സ്. ഇതിലും ഒരു ട്രഡീഷണൽ വേ ഓഫ് പ്രേയിങ്ങിൽ നിന്നും വ്യത്യസ്തമായി എനിക്ക് തോന്നുന്നു ഓരോ കാലഘട്ടത്തിലും പരിശുദ്ധാത്മാവ് പുതിയ പ്രേരണകൾ തരും. പണ്ടത്തെ പുരുഷരുടെ രീതിയല്ല ഇപ്പം ഒരുപക്ഷെ ദൈവം ആഗ്രഹിക്കുന്നു. കുറച്ചും കൂടെ ഒരു ബിക്കോസ് എവറിത്തിങ് ഹാസ് കുറച്ചും കൂടെ ആക്റ്റീവായിട്ടും കുറച്ചും കൂടെ ദി അതർ തിങ് വേറൊരു പുരുഷരയിൽ വേറൊരു ആസ്പെക്ട് പ്രത്യേകിച്ച് പിള്ളേർക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഇത് എനിക്ക് തോന്നിയത് ഈ വചനത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം. അപ്പോൾ വചനം എങ്ങനെ വായിച്ചത് ചെറിയൊരു വചനമായിരിക്കും. അപ്പോൾ അത് ഇതിലെന്താ സ്ട്രൈക്ക് ചെയ്തത്, ഇതിലെന്താ മീനിങ്. ഒരുപക്ഷെ ചിലപ്പോൾ അവർക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, അല്ലെ ചിലപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ട്. അപ്പോൾ അതിന് വേറെ എന്തെങ്കിലും ഹിഡൻ ആയിട്ട് അല്ലെ ദൈവം ഉള്ളിൽ നിന്ന് വേറെ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളും ആ കൂടെ കൂടി നമ്മുടെ ഒരു ഷെയറിങ് വെക്കുമ്പോഴത്തേക്കും ഐ തിങ്ക് ഇറ്റ് ഡസ് ബെനിഫിറ്റ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ ഈവൻ ഞങ്ങൾ ഉൾപ്പെടെ വി ഹാവ് ടു റീവർക്ക് ഓൺ ഹൗ വി ഹാവ് ദിസ് ഫാമിലി പ്രയർ. വളരെ അത്യാവശ്യമാണ്. ബിക്കോസ് നമ്മൾ പലപ്പോഴും ഒരു ബോറിങ് ആവുന്നുണ്ടോ എന്നതൊരു സംശയമില്ലായില്ല. നമ്മളിങ്ങനെ ചൊല്ലുന്നു, ഒരു കർമ്മം ചെയ്ത് തീർക്കുന്നു എന്നൊരു രീതിയിലായിരുന്നു. വി ആർ ഫിനിഷിങ് സംതിങ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഹൗ ക്യാൻ ഇറ്റ് ബി മെയ്ഡ് മോർ മീനിങ് ഫുൾ ടു ഈച്ച് ഓഫ് us ആസ് വെൽ ആസ് ആർ ചിൽഡ്രൻ. അപ്പോൾ അത് എസെൻഷ്യൽ ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഇറ്റ് വിൽ ബിക്കം ഓവർ എ പീരിയഡ് ഓഫ് ടൈം അവർക്കും ഇതൊരു റുട്ടീനായിട്ട് നടക്കുന്ന ഒരു കാര്യം എന്നല്ലാണ്ട് അതിൽ ഒരു അനുഭവത്തിൻ്റെ ഒരു തലത്തിലേക്ക് വരാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്നത് ആണ് എനിക്ക് സംശയമുള്ളത്. വളരെ കറക്റ്റാണ്. ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും അങ്ങനെ? അതായത് നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞങ്ങളിവിടെ നമ്മൾ തുടങ്ങുമ്പോൾ ഒരു പരിശുദ്ധാത്മാവിന്റെ പാട്ട് പാടും. അത് ഓരോ ദിവസം ഡിഫറെന്റ് പാട്ട് നമുക്ക് പാടാം. അല്ലെങ്കിൽ നമ്മൾ പണ്ട് പോലെ തന്നെ പരിശുദ്ധാത്മാവേ, ദാറ്റ് സോങ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് അനോയിന്റഡ് സോങ് ആണ്. പക്ഷെ എന്നാലും വി ക്യാൻ ട്രൈ ഡിഫറെന്റ് സോങ്സ്. പിന്നെ ഓരോ രഹസ്യം കഴിയുമ്പോഴും വേണമെങ്കിൽ കുറച്ചു നേരം പ്രേസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വചനം പറയാം, ആ വചനം പറയിപ്പിക്കാം. അങ്ങനത്തെ പുതിയ ഐഡിയാസ് നമ്മൾ കൊണ്ടുപോകും. ഓരോ ദിവസവും നമ്മുടെ ഫാമിലി പ്രയർ വിൽ ബി ഡിഫറെന്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പിള്ളേരുടെ മെയിൻ പ്രശ്നം ഈ ബോറടി ആണല്ലോ. അപ്പൊ ബോറടി മാറാൻ വേണ്ടി മാത്രമല്ല, പരിശുദ്ധാത്മാവ് എപ്പോഴാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ പരിശുദ്ധാത്മാവിന് ചാൻസ് കൊടുക്കണ്ടേ പ്രവർത്തിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ പേരൻസ് എന്ന നിലയിൽ നമ്മൾ തമ്പുരാനോട് ആലോചന ചോദിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ട്രൈ ചെയ്യാറുണ്ട്. ഞങ്ങൾ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്ന ദിവസങ്ങളിൽ ഞങ്ങളത് പലപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്. ആൻഡ് അതൊരു പരിധിവരെ നന്നായിട്ട് തന്നെ തോന്നാറുണ്ട്. പലപ്പോഴും അവരെ അക്സെപ്റ്റ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം അവർക്ക് ചേഞ്ചസ് അവർക്ക് ഇഷ്ടമാണ്, നമ്മുടെ പോലെയല്ല. പാട്ടൊക്കെ ആകുമ്പോൾ പിള്ളേർക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അപ്പം വി ഷുഡ് ഗോ ഫോർ ഡിഫറെന്റ് സോങ്സ്. അപ്പം അതും അവർക്ക് ഞങ്ങള് വേറെ ഭാഷയില് ഇത് സ്വർഗസ്നായ നന്മ നിറഞ്ഞറിയ മാത്രം അത് ട്രൈ ചെയ്യാറുണ്ട്. അപ്പൊ ആ ഭാഷ ചൊല്ലുമ്പോൾ ആ രഹസ്യം വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലും. ബാക്കി സമയത്ത് ചിലപ്പോ ഇങ്ങനെ നമ്മളിങ്ങനെ ബാക്കി റെസ്പോൺസ് പ്രാർത്ഥന അവരത്ര കാര്യമായിട്ട് ചൊല്ലില്ല. പക്ഷെ ഓരോരുത്തർക്കും ഓരോ രഹസ്യം നമ്മൾ കൊടുത്തിട്ടുണ്ട്. രണ്ടാം രഹസ്യം തൊട്ടും മക്കളാണ് ചൊല്ലുന്നത്. ഫസ്റ്റ് രഹസ്യം ഞങ്ങൾ ആരെങ്കിലും മാറി മാറി ചൊല്ലും. അപ്പൊ അവർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്ന രഹസ്യം ഭക്തിപൂർവ്വം ചൊല്ലും. അത് കഴിയുമ്പോൾ അവർക്ക് ശ്രദ്ധ പോകാറുണ്ട്. പക്ഷെ ഇത് നല്ലൊരു ഐഡിയ ആണ്. ഡിഫറെന്റ് ലാംഗ്വേജസ് അല്ലേ, നമുക്ക് അതൊരു നല്ലൊരു ഐഡിയ തന്നെയാണ്. ഞാൻ ഒട്ടും ചിന്തിച്ചിട്ടില്ല. മിഷണറീസിനെ വാർത്തെടുക്കാൻ അതെ അതെ.
ഈ സുദീപ് പറഞ്ഞ ജോയ്ഫുൾ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം എനിക്ക് തോന്നുന്നു എഡിച്ചേട്ടനൊക്കെ എപ്പോഴും കെയറോസിൽ അത് എഴുതാറുണ്ട്. ഈ ജോയ്ഫുൾ എഡിച്ചേട്ടൻ്റെ ഒരു സീരീസ് ഓഫ് ഇതുണ്ടല്ലോ എഡിറ്റോറിയലിൻ്റെ അപ്പുറത്ത്, അതിൽ എഡിച്ചേട്ടൻ എപ്പോഴും എഴുതുന്ന കണ്ടിട്ടുണ്ട് ഈ ജോയ്ഫുൾ സ്പിരിച്വാലിറ്റിനെ കുറിച്ച്. ഈ കഴിഞ്ഞ ദിവസം ഷാലോം വേൾഡിൽ റോയ് പാലാട്ടി അച്ഛൻ ഈ ജോയ്ഫുൾ ഫാമിലി സ്പിരിച്വാലിറ്റിനെ കുറിച്ചൊരു റൈറ്റപ്പ് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് ഒരു നല്ലൊരു ആർട്ടിക്കിളാണത്. ഈ പറഞ്ഞ പോലെ നമ്മൾ കർത്താവ് നമുക്ക് തന്നിട്ടുള്ള സന്തോഷം നമ്മൾ അനുഭവിക്കണം, മറ്റുള്ളവർ അനുഭവിക്കണം. അതാണ് ശരിക്കും നമ്മുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ കറക്റ്റാണ്. റാദർ ദാൻ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് നടക്കുന്നതിനേക്കാൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം ക്രിസ്റ്റീനിലെ ധ്യാനത്തിന് പോയപ്പോഴും ബ്രദറും മേരിക്കുട്ടി ചേച്ചിയും ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ വീട്ടിൽ തമാശയൊക്കെ പറയണം, പൊട്ടിച്ചിരിക്കണമെന്ന്. അപ്പോൾ ഇത്രയും വർഷം കുട്ടികളിലേക്ക് ശുശ്രൂഷ ചെയ്ത് അവർ പറയുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അത്. നമ്മൾ അപ്പോഴാണ് ഈ കുട്ടികളായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാവുള്ളൂ, ഒരു പാലം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുള്ളൂ. ഇതിനോട് ചേർത്ത് ലൈക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ഫാമിലിയിൽ ഇപ്പം കിട്ടിയ ഒരു ഇതാണ്, ഞങ്ങൾ ഹോളിഡേയ്സിൻ്റെ സമയമൊക്കെ ഒരു ഔട്ടിങ് മേ ബി ഓൾ ഫാമിലി ആയിട്ട് ടുഗെദർ മേ ബി ഓവർ നൈറ്റ് ഒക്കെ എടുത്ത് 1-2 ദിവസമൊക്കെ എടുത്ത് ഒരു സ്റ്റേ വിത്ത് ദ ഫാമിലി ടുഗെദർ. അത് അവർക്ക് ഭയങ്കര, പക്ഷെ നമ്മുടെ ഫോക്കസ് എപ്പോഴും ക്രിസ്തുവാണ്. നമ്മൾ എവിടെ പോയാലും ഇങ്ങനെയാണെങ്കിലും നമ്മളൊരു നേച്ചേഴ്സ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസിലാണെങ്കിൽ പോലും അവിടെ നമ്മൾ ഈശോയെ മഹത്വപ്പെടുത്താനായിട്ട്, നമുക്ക് എല്ലാത്തിനും ഈശോയ്ക്ക് നന്ദി പറയാനായിട്ട്, അങ്ങനെ അപ്പം നല്ലൊരു ടൈം വിത്ത് ദ ഫാമിലി ദേ ഷുഡ് ഹാവ് ദാറ്റ് ടൈം ഓൾസോ. ആൻഡ് അവിടെയും നമ്മൾ ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുക, അങ്ങനെ അവിടെയും നമ്മൾ പള്ളി കണ്ടെത്തി എപ്പോഴും കുർബാനയ്ക്ക് പോകാനായിട്ടും കൂടെ നോക്കുക. അപ്പം അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അങ്ങനെ നമ്മൾ നോക്കുന്നുണ്ട്. Praise God. So that was a wonderful sharing. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇവിടെ ലൈവായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളവർ കുറവാണ്. ഡോക്ടേഴ്സ് എല്ലാവരും വളരെ തിരക്കുള്ളവരാണല്ലോ. പക്ഷേ നമ്മൾ ഫാം ടോക്കിൻ്റെ ഒരു പ്രീവിയസ് എപ്പിസോഡ്സ് നോക്കുമ്പോൾ ഇത് നമ്മളിപ്പോൾ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് വിൽ ബി ദർ ഇൻ ദ യൂട്യൂബ്. ധാരാളം പേര് പിന്നീട് നല്ല വ്യൂസ് ഉണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കേട്ടില്ലെങ്കിലും പിന്നീടും ആളുകൾ ഇത് കേൾക്കുകയും കാണുകയും ചെയ്യും. സുദീപിനും ബ്രിജിത്തിനും ഒത്തിരി നന്ദി ഈ ഒരു സമയം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിന്. അതുപോലെ പാലായിലും നിങ്ങൾക്ക് ഒത്തിരി കർത്താവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ തലമുറകളെയും ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇനി വേറെ ആർക്കും പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കാന്നില്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു ചോദ്യം ചോദിക്കാം. ഇപ്പോഴത്തെ നമ്മുടെ കാലഘട്ടത്തിൽ ബോത്ത് പേരൻസും വർക്കിംഗ് ആണ്, എല്ലാരും ബിസിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ കുട്ടികളുമായിട്ടുള്ള ഉള്ള ടൈം നമുക്ക് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും, അത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും? ഞങ്ങളും അത് ആ ഒരു മേഖലയിൽ ഞങ്ങളും സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കുന്ന ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ കോൺഷ്യസ് ആയിട്ട് ഇടയ്ക്ക് ഒരു ഔട്ടിങ്സും വിത്ത് ഫാമിലി പിന്നെ എനിക്ക് തോന്നുന്നു റെഗുലർ ആയിട്ട് നമ്മൾ ഒരുമിച്ച് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ഒരുമിച്ച് ഈ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് അതൊരു ഫാമിലി ടൈം ടുഗെദർ പോലെ കോൺഷ്യസ് ഡെസിഷൻ ആയതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എല്ലാവരും അതിനോട് എനിക്ക് അവര് ഐ തിങ്ക് ദേ ആർ റെസ്പോണ്ടിങ് ടു ഇറ്റ്. ഹാപ്പി അബൌട്ട് ഇറ്റ് എന്ന് തോന്നുന്നു. അപ്പൊ അതൊരു ഫാമിലി ടൈം പോലെ എനിക്ക് തോന്നുന്നത്, ഫാമിലി ടൈം വിത്ത് ദ ലോർഡ് എന്നൊരു ആ ഒരു പ്രാക്ടിക്കലി നമ്മുടെ ഈ നേരത്തെ ബ്രിജിറ്റ് പറഞ്ഞ പോലെ നമുക്കുണ്ടാവുന്ന നമ്മൾ കൊടുക്കാൻ പറ്റിയാത്ത സമയവും സ്നേഹവും ഒക്കെ അതിൻ്റെ വാക്യൂം നിറയ്ക്കേണ്ടത് തമ്പുരാനാണ്. അപ്പം നമ്മൾ തമ്പുരാൻ്റെ മുന്നിൽ നിന്ന് ഒരുമിച്ച് പോയി തമ്പുരാനെ ഞാൻ ഈ ആഴ്ചയിൽ ഒന്നും കൊടുത്തിട്ടില്ല, സമയം കൊടുത്തിട്ടില്ല, സ്നേഹിക്കാനും പറ്റിയില്ല, വഴക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ തമ്പുരാൻ ആ ബാക്കിയൊന്ന് നിറച്ചേക്കണേന്ന് പറഞ്ഞ് തമ്പുരാനോട് ചോദിക്കുമ്പോൾ തമ്പുരാൻ ഗോഡ് വിൽ ഫിൽ എന്നാണ് എൻ്റെ വിശ്വാസം. ഐ തിങ്ക് ഫൈൻഡിങ് ഔട്ട് ടൈം ദാറ്റ് വേ ആസ് വെൽ ആസ് അല്ലാതെയും ഒരു ഔട്ടിംഗ് ഉള്ള സമയം യെസ് ഇറ്റ് ഡസ് ഹെൽപ്പ്.
പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയത് ദാറ്റ് മേ ബി ദർ ആർ സർട്ടൻ തിങ്സ് വിച്ച് വി ക്യാൻ നമ്മുടെ ലൈഫിലുള്ള നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറച്ച് നാളായിട്ട് ഈവൻ മിനിസ്ട്രി റിലേറ്റഡ് ആണെങ്കിൽ പോലും ഐ തിങ്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് ദ ഫാമിലി കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ഏത് മിനിസ്ട്രിയും. അപ്പം നമ്മളിപ്പം മിനിസ്ട്രിയിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കുന്നവരായിരിക്കും ബിഫോർ മാരേജ്, പക്ഷേ ജീസസ് യൂത്തിലൊക്കെ ആക്റ്റീവ് ആയിരിക്കുന്നവരായിരിക്കും. ബട്ട് നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഫാമിലിയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ ടൈം പോകുന്നുണ്ടോ ഇല്ലയോ, വേറെ പല കാര്യങ്ങൾ ദാറ്റ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് നോക്കണം, റീതിങ്ക്, നമ്മളത് ഒന്ന് പരിശോധിച്ച് നോക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഫാമിലിക്ക് തന്നെ പ്രയോറിറ്റി കൊടുത്തിട്ട് വേണ്ടാത്തതൊക്കെ മാറ്റി വെക്കുക തന്നെ ചെയ്യണം. അങ്ങനെ ഒരു ബോധ്യം എനിക്ക് ഓഫ് ലേറ്റ് ആയിട്ട് കിട്ടി. താങ്ക് യു. എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം ഏകദേശം ആയി. അപ്പം ഒരിക്കൽ കൂടെ സുദീപനും ബിജിത്തിനും നിങ്ങളുടെ ഫാമിലിക്കും ഇത്ര നേരം ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒത്തിരി നന്ദി പറയുന്നു. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇവർക്ക് വേണ്ടി നമുക്കൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദൃത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ എപ്പോഴും നയിക്കും. ആമേൻ. Let's sing together joyfully. I'm trading my sorrow, giving thanks to our God. I'm trading my sorrows, I'm trading my shame, I'm laying them down for the joy of the Lord.